എല്ലാം കിടക്കണണ്ട. എനിക്ക് നല്ലൊരു ജോലിക്ക് ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ ജോലിയാണ് ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കുക. വെള്ളം വന്ന് കെട്ടി മറിഞ്ഞ് പരുവായി കിടക്കുകയാണ് ഇവിടെ. ഇതെല്ലാം ഇനി വൃത്തിയാക്കലാണ് എൻ്റെ പണി. ഇതൊക്കെ കണ്ട വെള്ളം ഒലിച്ച് പോണത് കാരണം തൂക്കാൻ പോലും ഒക്കില്ലായിരുന്നു. ഇങ്ങനെ നല്ല കിടക്കണം. മഴ പെയ്തപ്പം ഇങ്ങനെ ആയതാണ് കേട്ടോ. ആരും തെറി വിളിക്കരുത് കണ്ടിട്ട്. നല്ല വൃത്തിയായിട്ടാണ് ഇട്ടേക്കണേ. മഴ പെയ്തത് കാരണം അങ്ങനെ കിടക്കണമായിരുന്നു. നെല്ലടി വരും പോണു പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പൂച്ച ഉണ്ട്. കള്ളത്തരം പിടിച്ച പൂച്ചയാണത്. നെല്ലടി സുന്ദരി. സുന്ദരി എന്നാണ് വിളിക്കണത്. വിളിയാക്കും സുന്ദരി എന്ന് വിളിച്ചാൽ. സുന്ദരി എന്ന് വിളിച്ചാൽ അപ്പോഴേ മ്യാവും നാക്കും. പിന്നെ ഇവിടെയൊക്കെ വെള്ളമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്ത് തോട്ടത്തിലൊക്കെ അതൊക്കെ പറ്റി കേട്ടോ. പക്ഷെ എൻ്റെ ഇവിടെ ഇന്നലെ രാത്രിയിലൊക്കെ പന്നിയൊക്കെ വന്നു ഇവിടെ എല്ലാം ഒരു പരുവാക്കി ഇട്ടിട്ടുണ്ട്. പന്നി വരുമ്പോൾ വെളിയിറങ്ങാക്കില്ല. കൊച്ചും കുട്ടിയും തള്ളേ പിള്ളയൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വെളിയിറങ്ങാക്കില്ല. അവരെല്ലാം നമ്മളെ ഓട്ടിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം വെള്ളമായിട്ട് കിടക്കണം. വെള്ളമൊക്കെ പറ്റി ഇങ്ങനെയായി. നല്ല ഒരുവിധമൊക്കെ ഉണങ്ങി തോട്ടം. പിന്നെ പുറത്ത് പ്ലാവിലൊക്കെ ചക്കയുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ തിന്നാൻ ആളില്ലെന്നേ ഉള്ളൂ. ചക്ക കൂട്ടാൻ വെച്ചാലും തിന്നാൻ ആളില്ല, പഴുത്തത് തിന്നാനും ആളില്ല. അതുകൊണ്ട് നമ്മൾ ചക്ക അങ്ങനെ അടക്കാറില്ല. ഇത് അടുത്ത വിളയാണ് കേട്ടോ. അടുത്ത വിളയിലെ പ്ലാവിലെ ചക്കയുള്ളൂ. നമ്മളെ പ്ലാവിലെ ചക്ക ഉണ്ട്, അത് വിളഞ്ഞില്ല. വിളയുമ്പോൾ നമ്മൾ അടക്കും നമ്മൾ തിന്നും. അതിന് അപ്പുറത്തോട്ട് വാഴത്തോട്ടമാണ്. ഇവിടെയൊക്കെയാണ് പന്നിയുടെ താവളം. ഇപ്പം പന്നിയില്ല, സന്ധ്യയാകുമ്പോൾ വരും. ഓരോ വാഴകളും മറിച്ചും കൊണ്ട് വരും. അപ്പോൾ നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കും. ലൈറ്റ് അടിച്ച് പന്നിക്ക് വഴി പറഞ്ഞു കൊടുക്കും. ഇതിലേ പോകണം. അപ്പം പന്നി ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് അവിടെയൊക്കെ വന്ന് എച്ചിലൊക്കെ തിന്നും കൊണ്ട് ഓടി അപ്പുറത്തെ വാഴത്തോട്ടത്തിൽ പോകും. കാണുന്ന വാഴത്തോട്ടത്തിൽ പോകും. അവിടെ പോയി അവിടെ നിന്ന് വാഴ കുത്തികളാക്കി അതിലേക്ക് കറങ്ങി മുകളിൽ കയറി അതിലേക്ക് കറങ്ങി ഇപ്പുറത്തെ തോട്ടത്തിൽ വന്നിട്ട് അവിടുത്തെ വാഴയും കുത്തികളാക്കിക്കൊണ്ട് അടുത്ത് വീണ്ടും ഇപ്പുറത്തെ റബ്ബറും തോട്ടത്തിൽ ഇറങ്ങി. ഇവിടെ ഇറങ്ങി ഇവിടെയൊക്കെ കുത്തികളാക്കി മറിച്ച് ഒരു കൈലാസ താണ്ഡവമൊക്കെ ആടിയിട്ട് അതുവഴി പോവും. ഇവിടെയൊക്കെ നല്ല ഊറ്റാണ് കേട്ടോ. ഊറ്റും എപ്പോഴും വെള്ളവും. നമുക്ക് വെള്ളത്തിന് ഒരു പഞ്ചം കാണില്ല. എല്ലാ വെറിയത്തും ഇവിടെ വെള്ളമുണ്ട്. കിണറ്റിനകത്തും വെള്ളമുണ്ട്. വെള്ളത്തിന് നമുക്ക് പേടിക്കാതെ ഏത് സമയത്തും വെള്ളം കാണും. നല്ല ഇതാണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഊറ്റിൻ്റെ കളിയാണ്. പരിസരം മൊത്തം ഊറ്റാണ്. ഊറ്റുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കാറില്ല. നല്ല രസമുണ്ടല്ലോ ഈ പൂവ്. ഇതെന്തോന്ന് പൂവാണ്? എനിക്ക് പൂവിനെക്കുറിച്ച് അറിഞ്ഞൂടാ. ഏതോ ഒരു ചെടി. നല്ല രസമുള്ളൊരു പൂ. കാണാൻ ഇച്ചിരിയൊക്കെ ഉള്ളു. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇഷ്ടപ്പെട്ട ഞാൻ 2 കറ്റാർ വാഴ കൊണ്ടുവച്ച് അത് കണച്ചാൽ
കൈയൊക്കെ പോയി കിടക്കണം. ആരെ ചവിട്ടി ഓടിച്ചതാ എന്തോ, വെള്ളം കെട്ടിയൊന്നും പോയതാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിവിടെ 2 മുല്ലയുണ്ട് കേട്ടോ, ചെറിയ ഈർക്കിൽ മുല്ല. ആ ഈർക്കിൽ മുല്ല അതിലെപ്പോഴും പൂവാണ്. ഇന്നും കുറച്ച് പൂ പറിച്ച് കെട്ടി എൻ്റെ മോൾക്ക് കൊടുത്തു. അവൾ തലയിലിരിപ്പുണ്ട്. നല്ല രസമാണ് ഈ മുല്ലയിൽ. മുട്ട് വേണ്ട, മുട്ടൊക്കെ നിൽക്കണം. നല്ല മുട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്പലത്തിൽ കൊടുക്കുന്ന പാലപ്പൂവുണ്ട്, പാലപ്പൂച്ചെടി, അതിൻ്റെ പൂവുണ്ട്. ഇപ്പോൾ കഷ്ടിച്ച് ഞാൻ 2 പൂ പറിക്കാൻ മറന്നു ചോദിക്കുന്നു, കണ്ടില്ലായിരുന്നു. ഇത്രയൊക്കെ ഉള്ളു കാണാൻ.